നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ, ലോക്ക്ഡൗൺ കാലത്തെ ഒരു നോമ്പ് ദിവസം കയ്യിൽ ആകെയുള്ളത് ഒരു 20 രൂപ നോട്ടാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ റോഡിലൂടെ നടക്കുമ്പോൾ മുൻപിലൂടെ നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു 200 രൂപ നോട്ട് താഴെ വീഴുകയാണ്. മനുഷ്യത്വത്തെക്കാൾ വലുതാണ് സ്വന്തം കുടുംബത്തിന്റെ വിശപ്പ് മാറ്റേണ്ട ആവശ്യകത എന്നുള്ളത് കൊണ്ട് ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ആ നോട്ടെടുത്ത് പോക്കറ്റിലിടുന്നു. അതുകൊണ്ട് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളുടെ മനക്കണക്കൊരുക്കുമ്പോൾ ആ കുട്ടിയുടെ ഉമ്മ പൊതിരെ തല്ലുന്നത് കാണും. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നെങ്കിലും പിന്നീട് ആ പണം തിരികെ റോഡിലേക്ക് ഇടുന്നു. അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. തിരുത്തിയ തെറ്റാണെങ്കിലും മനസ്സിൽ ആ മകളോട് മാപ്പ് ചോദിക്കുന്നു. അതെ, ഇത് അബ്ബാസിന്റെ അനുഭവമാണ്. മലയാളത്തിലെ വിശ്വസാഹിത്യകാരന്മാരെ വായിച്ച് വിഷപ്പാറ്റിയ മുഹമ്മദ് അബ്ബാസിന്റെ അനുഭവം. അബ്ബാസിന്റെ അക്ഷരങ്ങൾക്ക് പൊള്ളുന്ന ചൂടാണ്. കാരണം അത് ചുട്ടെടുത്തത് അനുഭവങ്ങളുടെ തീച്ചൂളയിലാണ്. തന്റെ കയ്യിൽ നിന്നും ഭക്ഷണപ്പൊതി പറിച്ചെടുത്ത ഒരു പെൺകുട്ടി അവൾ അത് ഭക്ഷിച്ചതിന് ശേഷം അതിന് പ്രത്യുപകാരമായി തന്റെ ധാവണിത്തുമ്പ് അഴിക്കുമ്പോൾ എല്ലാ യൗവന തൃഷ്ണയോടും കൂടി അവളെ നോക്കിയിട്ടുണ്ടെങ്കിലും അത് തിരസ്കരിച്ചിറങ്ങുന്ന അബ്ബാസ് ഓർക്കുന്നത് അന്നൊരു തിരുവോണമായിരുന്നു എന്നതാണ്. വിശപ്പ്, പ്രണയം, ഉന്മാദം എന്ന ഈ പുസ്തകം അത്ര എളുപ്പം വായിച്ചു പൂർത്തീകരിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്ന തോന്നലിലാണ് നാം നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കാറ്. പക്ഷേ അത്തരത്തിൽ ഒരു മുഖംമൂടിയും ഇല്ലാത്തൊരു മനുഷ്യനാണ് മുഹമ്മദ് അബ്ബാസ്. അബ്ബാസിനെ വിശേഷിപ്പിക്കാൻ മനുഷ്യൻ എന്നത് തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ വിശേഷണം.